എന്തോന്നാടെ ഈ കേരള പോലീസ് കാണിച്ചു കൂട്ടുന്നത്? എന്താണ് ഈ ആഭ്യന്തര വകുപ്പ്? ചില കാര്യങ്ങളിൽ ഭയങ്കര ഉഷാറാണ്, ഭയങ്കര ഉന്മേഷമാണ്. കാരണം നമ്മുടെ ബോച്ചയുടെ വിഷയത്തിൽ എറണാകുളത്ത് കേസ് കൊടുത്തപ്പോൾ 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ വയനാട് കിടക്കുന്ന ബോച്ചയെ പൊക്കി. എറണാകുളത്ത് നിന്ന് വയനാട്ടേക്ക് എത്താൻ 5-6 മണിക്കൂർ ചുരുങ്ങിയത് വേണ്ടി വരും. പക്ഷെ അതിനുള്ള ഒരു സാഹചര്യം പോലും അത്ര സെറ്റപ്പാണ്. പോലീസൊക്കെ വൻ സെറ്റപ്പാണ്. നിങ്ങൾ എറണാകുളത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് പൊക്കാൻ അധികം സമയമൊന്നും വേണ്ട. എന്നിട്ടും ഈ PC ജോർജിന്റെ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഇവർ ഈ ചിറ്റമ്മ നയം എടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ നമ്മുടെ KT ജലീൽ ഇറങ്ങിയിട്ടുണ്ട്. KT ജലീൽ ഓരോരുത്തർക്കും ഇപ്പൊ സർക്കാരിനെതിരെയും കേരള പോലീസിനെതിരെയും ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇവരെ ഉദ്ദേശം എന്നറിയുന്നില്ല. ഈ ഹണി റോസിന് കിട്ടിയ നീതി കേരളത്തിലുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ട. ഈ ഒരു വ്യക്തിയാണ് ഹണി റോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കിട്ടിയ നീതി കോടിക്കണക്കിനുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ട. അപ്പൊ അതെന്താണ്? നമുക്ക് ജലീലിന്റെ ഇന്ന് വന്ന വാർത്ത ഒന്ന് കേൾക്കാം. വർഗീയ പരാമർശത്തിൽ PC ജോർജിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ ആഭ്യന്തര വകുപ്പിനെതിരെ വിമർശനവുമായി KT ജലീൽ MLA. പോലീസിന് ചിറ്റമ്മ നയമെന്ന MLAയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. വർഗീയ വിഷം ചീറ്റുന്ന PC ജോർജിനെ അറസ്റ്റ് ചെയ്ത് അഴിക്കുള്ളിലാക്കണം. നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വർഗീയതയുടെ തീ നാട് മുഴുവൻ പടരുമെന്നും ജലീൽ മുന്നറിയിപ്പ് നൽകുകയാണ്. മുബഷിർ പി അക്ബർ നമുക്കൊപ്പം എത്തുന്നു. മുബഷിർ പി അക്ബർ, ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഒരു MLA ആണ് ഈ തെറ്റായ നയം ചൂണ്ടിക്കാട്ടുന്നത്, ആഭ്യന്തര വകുപ്പിനെതിരെ പറയുന്നത്. എത്രത്തോളം ഗുരുതരമാണ്, ഗൌരവമുള്ളതാണ് ജലീൽ ഉയർത്തുന്ന വിഷയം? പാർവതി, മുസ്ലിങ്ങളൊക്കെ തന്നെ വർഗീയവാദികളാണ്, അവരൊക്കെ തന്നെ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന PC ജോർജിന്റെ പ്രസ്താവന ഒരു സ്വകാര്യ ചാനൽ നടത്തിയ ചർച്ചയ്ക്കിടെയായിരുന്നു. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. അദ്ദേഹത്തിനെതിരെ കേസും എടുത്തിരുന്നു. പക്ഷേ അറസ്റ്റ് ചെയ്യാത്തതിൽ വലിയ പ്രതിഷേധം വിവിധ സംഘടനകൾക്ക് ഇടയിൽ നിന്ന് ഉയർന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇടത് സ്വതന്ത്ര MLA കൂടിയായിട്ടുള്ള KT ജലീൽ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിനെതിരെ ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് KT ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നിലപാട് അറിയിച്ചിരിക്കുന്നത്. വർഗീയ വിഷം ചീറ്റുന്ന PC ജോർജിനെ അറസ്റ്റ് ചെയ്ത് അഴിക്കുള്ളിലാക്കണമെന്നുള്ളതാണ് KT ജലീൽ പറഞ്ഞു വെക്കുന്നത്. PC ജോർജിനെതിരെ ശക്തമായ നടപടികളെടുക്കാൻ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് വരണമെന്നൊരു ആവശ്യം ജലീൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതുണ്ടായില്ലെങ്കിൽ അതേ ഭാഷയിൽ ആരെങ്കിലും അതിനോട് പ്രതികരിച്ചാൽ കേരളം അക്ഷരാർത്ഥത്തിൽ ഒരു ഭ്രാന്താലയമായി മാറുമെന്നൊരു വിമർശനവും ജലീൽ പറഞ്ഞു വെക്കുന്നുണ്ട്. നാം നേടിയെടുത്ത നേട്ടങ്ങളുടെ ഗരിമയുൾപ്പെടെ അതോടെ മങ്ങും. കേരളത്തിന്റെ സൽപ്പേര് തകരാനുള്ള സാധ്യത ഉൾപ്പെടെയുള്ള ഒരു വർഗീയ വളരെ അർത്ഥവത്തായ വാക്കുകളാണ് ജലീൽ പറഞ്ഞിട്ടുള്ളത്. കേരളം ഒരു ഭ്രാന്താലയമായി മാറും. ഇതുപോലെ തിരിച്ച് മുസ്ലിങ്ങൾ കൂടി പ്രതികരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. എത്ര കഠോരമായ വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. PC ജോർജ് മുസ്ലിമാണോ അവൻ തീവ്രവാദിയാണ്, കേരളത്തിലുള്ള മുസ്ലിമാണോ അവൻ തീവ്രവാദിയാണ് എന്നാ പറഞ്ഞത്. അത് ഇന്ന മുസ്ലിമും മറ്റുള്ള SDPIക്കാരും ലീഗുകാരും മറ്റുള്ളവർ അങ്ങനെ ഒരു പാർട്ടിയെ എടുത്തിട്ടല്ല പറഞ്ഞിട്ടുള്ളത്. ഒരു പാർട്ടിയും ഇല്ലാതെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയുന്ന എത്രയോ മുസ്ലിങ്ങളുണ്ട്, എത്രയോ സംഘടനകളുണ്ട്, രാഷ്ട്രീയത്തിലില്ലാത്ത സംഘടനകളുണ്ട്. ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, മുസ്ലിമാണോ അവൻ തീവ്രവാദിയാണ്, അവൻ പാകിസ്ഥാനിലേക്ക് എണീറ്റ് പോടേ പാകിസ്ഥാനിലേക്ക് എന്നാ പറഞ്ഞത്. ചിന്തിക്കണം. ഇതുപോലെ തിരിച്ച് പ്രതികരിച്ചാൽ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ? അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരിക്കും, ഫൈറ്റ്. ഇവർക്കറിയാം മുസ്ലിങ്ങൾ പരമാവധി മഹാനായ ഷെയ്ഖുന കാന്തപുരം AP ഉസ്താദിന്റെ കീഴിലും അതുപോലെ തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ കീഴിലും ബഹുഭൂരിപക്ഷം സുന്നി മുസ്ലിങ്ങളാണ് കേരളത്തിലുള്ളത്. അവര് വളരെയധികം ക്ഷമയുള്ളവരാണ്. ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അസ്സബറു യസ്ഫുൽ ഈമാൻ എന്നാണ്. ഈമാനിന്റെ പകുതിയാണ് ക്ഷമ. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ അത്രയും പരിപൂർണമായി ക്ഷമയുള്ളവരാണ് വിശ്വാസികൾ. ആ വിശ്വാസികളുടെ ആ ക്ഷമയെയും ആ വിശ്വാസത്തെയും മുതലെടുത്ത് അവസാനം ഇവർ കൊത്തി തലയിൽ കയറി കൊത്തുമ്പോഴായിരിക്കും ഒരു പ്രതിരോധം വരുന്നത്. ആ പ്രതിരോധം ഒരുപക്ഷെ ഇന്ത്യൻ ജനതയ്ക്ക് തന്നെ ഒരു ചരിത്രമായി തീരും. അതിലേക്ക് ഒരിക്കലും അതിലേക്ക് വഴിവെക്കാതെ ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് പോലീസും ആഭ്യന്തര വകുപ്പും ഇടപെട്ട് ഈ ഒരു പ്രശ്നപരിഹാരം നടത്തണം. ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് നീക്കണം. ഇങ്ങനെയുള്ള വിഷപ്പാമ്പുകളെ നീക്കിയില്ലെങ്കിൽ അത് രാജ്യത്തിന് ദ്രോഹമാണ്, ജനതയ്ക്ക് ദ്രോഹമാണ്. രാജ്യം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും.